നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണ്. മനസ്സിലായോ? പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് തമ്പലീന് കൊടുത്തിട്ട് ഞാൻ തന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. അങ്ങനെ വരട്ടെ, എനിക്ക് അപ്പോഴേ സംശയം തോന്നി. അതങ്ങനെ ഇട്ടപ്പോ അത് റീച്ചായി. പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെറിയ ഇഷ്യൂ ഉണ്ട്, അങ്ങനെ രീതിക്ക് പറഞ്ഞു പോയി. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. ഇതൊരു തമ്മിൽ ഉണ്ടായിരുന്നു, പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞു. പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അത് കുറച്ച് ഓവറായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ എന്താ പൊട്ടം കളിക്കാണ്? ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത് എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? കൗതുക ലേശം കൂടുതലാണ്. പിരിയും എന്നുള്ളത് തന്നെ ആയിരുന്നു, ഉറപ്പായിട്ടും പിരിച്ചിട്ട് തന്നെയുള്ള, കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടാവുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സത്യം പറഞ്ഞ ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? അത് പിന്നെ ഇപ്പൊ തോന്നുന്നു അത് ഓവറായി പോയിന്ന്. എന്ത് പോക്കൃത്തരവും പറയാനും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. ഒരു സ്ത്രീനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡ് ആണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തമ്മിൽ കണ്ടപ്പോ അത് ആളിട്ടപ്പോ എങ്ങനെയായിരുന്നു പൊന്നൂസിന്റെ ഒരു, ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല. എല്ലാവർക്കും ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു തമ്മിലേന്. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയുന്നത്. വായെടുത്ത ഇവിടെ പറയുള്ളൂ. അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ്. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടാണ്. ഒരു അബദ്ധം പറഞ്ഞു പോയി, തെറ്റിദ്ധരിക്കരുത്. ഓഹോ അതോ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ നിങ്ങൾ ചൂഷണം ചെയ്യായിരുന്നില്ലേ? ചൊറിഞ്ഞു കയറുന്നുണ്ട് എനിക്ക്. ഏയ് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല.